ഹലോ, അനന്യാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് സുഖമില്ലാതായതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാഞ്ഞത്. ഇപ്പോഴും ഒന്നും ശരിയായിട്ടില്ല. എന്നാലും ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ദിവസമായിട്ട് എടുത്തു വെച്ചിട്ട് അപ്പോൾ ഓഫീസിലൊരു എന്താ പറയുക ഫാമിലി ഗെറ്റ് ടുഗദർ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ എല്ലാവരും നല്ല പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഡാൻസും പാട്ടും പിന്നെ എന്താ പറയുക ഗെയിംസ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതെല്ലാം ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായില്ലേ. അപ്പോൾ ഈ വീഡിയോ 2 ദിവസമായിട്ട് എടുത്ത വിശേഷങ്ങളാണ് കേട്ടോ. അവിടെ പ്രോഗ്രാംസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കോപ്പിറൈറ്റ് വരും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അത് ഇടാത്തത് കേട്ടോ. അപ്പോൾ നമ്മളെ ഡിന്നർ അപ്പോഴേക്ക് റെഡി ആയിട്ടുണ്ടായിരുന്നേ. ഡിന്നറിന് മുന്നേ നല്ലൊരു എന്താ പറയുക സ്റ്റാർട്ടർ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നേ. ഡിന്നറിനേക്കാൾ എനിക്കിഷ്ടപ്പെട്ട സ്റ്റാർട്ടറായിരുന്നു കേട്ടോ. അപ്പോൾ ഡിന്നർ കൊള്ളൂല എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്, അതും നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ നോർത്ത് ഇന്ത്യൻ ഡിന്നറായിരുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഒരുപാട് എന്താ പറയുക ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ സ്റ്റാഫിന് എല്ലാവർക്കും നമ്മൾ പിന്നെ എന്താ പറയുക ഗിഫ്റ്റ് കൊടുക്കലും ഒക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കലെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളെല്ലാവരും ഒന്നും കൂടെ ഒരു ഫാമിലി എല്ലാവരും കൂടെ കൂടിയിട്ടൊരു ഫോട്ടോസും കൂടെ എടുത്തു കേട്ടോ. അങ്ങനെ നമ്മൾക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റൊക്കെ. പിന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ താഴെ കാറിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഈ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല തണുപ്പായിരുന്നേ. പക്ഷേ തണുപ്പായാലും നമുക്ക് നല്ലൊരു രസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ ഞങ്ങൾക്കും ഗിഫ്റ്റ് തരുന്നതാണ് കേട്ടോ ഞങ്ങളുടെ സാറ്. അപ്പം നമുക്ക് ഗിഫ്റ്റൊക്കെ മേടിച്ച് നമ്മളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെയുള്ള നമ്മുടെ ഫോട്ടോസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ പിന്നെ വൈകിട്ട് എല്ലാവരും തിരിച്ച് കുറേ ലേറ്റായിട്ടോ. വൈകിട്ട് എന്നൊന്നും പറയാൻ പറ്റില്ല, രാത്രി ഒരുപാട് സമയമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലൊക്കെ എത്തി. അങ്ങനെ പിറ്റേ ദിവസമാണ് കേട്ടോ എൻ്റെ മോൻ്റെ ഫ്രണ്ട്സ് എല്ലാം വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പം അതിലൊരു മോന് ഡൽഹിയിൽ സരോജിനി മാർക്കറ്റിൽ കറങ്ങണം. അപ്പോൾ അവന് കറങ്ങാൻ വേണ്ടിയിട്ട് അവൻ ആൻറ്റിയും കൂടി കൂട്ടണേന്ന് പറഞ്ഞു. അപ്പം ഞാനും കൂടെ പോയതാട്ടോ. അപ്പോൾ നമ്മുടെ ഇന്ത്യ ഗേറ്റാണ് കാണുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഒരു നല്ലൊരു അമ്പലം ഞാൻ കണ്ടു കേട്ടോ. ഞാൻ ഇതുവരെ പോയിട്ടില്ല. അവിടെ നല്ല രസമുണ്ടായിരുന്നേ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ആ വഴി പോയപ്പോൾ ആ ഒരു അമ്പലം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ മോനോട് പറയുന്നു, മോനെ നമുക്കിനി അങ്ങോട്ടേക്കൊക്കെ പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മോൻ്റെ ഫ്രണ്ടിനെ അവിടുന്ന് അവൻ താമസിക്കുന്ന ഹോട്ടലിൽ പോയി അവനെ പിക്ക് ചെയ്തു. അവനെ സരോജിനി മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. നല്ലോണം വില പേശി നല്ല വില കുറച്ചൊക്കെ കേട്ടോ വാങ്ങിയത് സാധനങ്ങൾ. അപ്പോൾ അവൻ പറയുന്നുണ്ട് അനിയൻ്റെ കുട്ടിയെ നന്നായി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവിടെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഇവിടുത്തെ നോർത്ത് ഇന്ത്യൻ ഫുഡൊക്കെ അവനെ കഴിപ്പിച്ചു. അവന് ഇഷ്ടപ്പെട്ടു. പിന്നെ അവനെ കഴിപ്പിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ അവനെ നമ്മൾ തിരിച്ച് അവനെ ഹോട്ടലിൽ കൊണ്ടാക്കിട്ടോ. അപ്പോൾ ഇതാട്ടോ ഞാൻ പറഞ്ഞ അമ്പലം. നല്ല രസമുണ്ട് കേട്ടോ പുറമേ നിന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ മോനെ എപ്പോഴെങ്കിലും നമുക്ക് വരുമ്പം അങ്ങോട്ടേക്ക് പോകണമെന്ന് ഞാൻ പറയുമായിരുന്നേ. സരോജിനി മാർക്കറ്റിൽ ഇപ്പോൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊക്കെ തണുപ്പിൻ്റെ ഡ്രസ്സേ ഉണ്ടാവുള്ളൂ കേട്ടോ. തണുപ്പത്ത് പോകുമ്പോൾ ചൂടത്താകുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ വെറൈറ്റി സാധനങ്ങൾ ഉണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ തിരിച്ച് അവനവിടെ ഇറക്കിയിട്ട് നമ്മളെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്. കുറേ ദിവസമായില്ലേ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ നിങ്ങൾ എന്നെ മറന്നു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തണുപ്പത്ത് എല്ലാം കൂടെ പറ്റുന്നില്ല കേട്ടോ. പുറത്തിറങ്ങുന്നേ അല്ല ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഇനി നല്ല പുതിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ കുറേ ആയി വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക ഒരു ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ കുഞ്ഞു വീഡിയോ കേട്ടോ. അപ്പോൾ താങ്ക്